കൂറ്റമ്പാറ ധാരിമി പറഞ്ഞതുപോലെ മറ്റൊരാടെ പോയി കുമ്പിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് തല ഉയർത്തിയേ എല്ലാം മൂടും തട്ടി തിരിച്ചു പോന്നൊക്കെയാണ് മുഖം കെട്ടിട്ട്. ആ മശായിഹന്മാരെ കാവല് വേണം. അവരെ ബന്ധം നമ്മൾ വിട്ടാൽ പിന്നെ എല്ലാം താളം തെറ്റും. അതിന് വലിയ വലിയ ഉദാഹരണം പറയണോ? ഇപ്പം നോക്കൂ നിങ്ങൾ, ഇന്നലെ മിനിയാന്ന് നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ, ഒരുപാട് ആളുകൾ ഏറെ ദുഃഖിച്ച സമയം, ഒരുപാട് ആളുകൾ വലിയ ആശ്ചര്യത്തോടു കൂടി നോക്കിയ ഘട്ടം. എന്താ അവിടെ ഉണ്ടായത്? മിഅ്റാജിൻ്റെ രാവ്, ബറാഅത്തിൻ്റെ രാവ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് എത്ര പ്രധാനപ്പെട്ടതാണ്. ഏത് സാധാ നാടന്മാർ വരെ അവരുടെ ജോലികളും ചിലപ്പോൾ അവരെ കടകളൊക്കെ അടച്ച് മിറാജിൻ്റെ രാവല്ലേ നാളെ തുറക്കൂലട്ടോ. തുറക്കുന്നത് കൊണ്ടെന്താ? പക്ഷെ ആ രാവും അതിൻ്റെ പകലും അതിന് വലിയ ഹുർമത്തുകൾ നമ്മുടെ മശായിഹന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസമുണ്ടാക്കുന്ന രാവുകളിലുള്ള ചീരണി, അന്നത്തെ മജ്ലിസുകൾ, മുഅ്മിനീങ്ങളെ കൂട്ടമായിട്ട് പരിശുദ്ധമായ ദീനിൻ്റെ മശായിഹന്മാരുടെ ബന്ധത്തിലായിട്ടുള്ള അവരുടെ സംഗമങ്ങൾ, ദിക്റുകൾ, ഔറാദുകൾ, ഇതുമായി നടന്നു പോരുന്ന പാരമ്പര്യം. ഇതല്ലേ സുന്നികൾ? ഇതിനെല്ലാം കളിയാക്കുന്ന ആളുകളാണ് വഹാബികൾ. അവർ പിന്നെ എല്ലാം അങ്ങനെയാണ്. മശായിഹന്മാരെ പരിഹസിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പരിഹസിക്കും. നിങ്ങൾ നോക്കൂ, കേരള ചരിത്രത്തിൽ, കേരളത്തിലാണ് നമ്മൾ, ഒരു മിഅ്റാജിൻ്റെ രാവിൽ സുന്നികളാണെന്ന് പറയുന്ന ആളുകൾ, എന്ന് മാത്രമല്ല ശംസുലുലമക്കും കണ്ണിയത്ത് നിന്ന് സുന്നി പോരാന്ന് പറഞ്ഞ് 89 പിളർപ്പുണ്ടാക്കി നാട്ടിൽ ഫസാദ് ഉണ്ടാക്കി പോന്ന ആളുകൾ ഈ മിഅ്റാജിൻ്റെ രാവിൽ അവർ ചെയ്തു കൂട്ടിയ തോന്നിവാസം നോക്കൂ നിങ്ങൾ. നിരീശ്വരവാദികളും അങ്ങനെയുള്ള ആളുകളുമായി ആ രാവിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഇവര് ആർമതിച്ച് നടക്കുകയല്ലേ? ഗൗരവമല്ലേ കാര്യം? സാധാരണക്കാർ വരെ ആശ്ചര്യപ്പെട്ടു പോയി. ആരാപ്പതൊക്കെ സംഘടിപ്പിച്ച്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വലതുഭാഗത്ത് മുത്തിപ്പടി തങ്ങൾ, ഇടതുഭാഗത്ത് കുറ്റ്യാടി മൗലവി, ഇവരെല്ലാവരും കൂടി കൈവീശി പോയതല്ലേ ഒരു കാര്യം തീരുമാനിക്കണ സമയം. സാധാരണക്കാർ ഇവർക്ക് റജബിലൊരു കാര്യം പാസ്സാക്കുമ്പം, അല്ല മിഅ്റാജിൻ്റെ ദിവസമാണോ നോക്കിയാളിട്ട് ആ കലണ്ടറൊക്കെ ശരിക്കും നോക്കിയാളി. കലണ്ടർ മാത്രം മതിയാവില്ല, സുന്നികൾക്ക് മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അതിനെ കണ്ട് പരിഗണിച്ചിട്ട് ആ ഡേറ്റ് സാധാരണക്കാരായ ആളുകൾ തീരുമാനിക്കും. അതിൻ്റെ മഹത്വം അത്ര ഉണ്ട്, വലിയ പുണ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാസം ഒരു ദിവസം കിട്ടിയാൽ പോരാ, കിട്ടുമ്പോൾ അതിനെ ഹുർമത്ത് പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഈ ചങ്ങാതിമാർ തനി മണ്ടന്മാരായാലും ആൾക്കാർ ചോദിക്കൂല അതിൻ്റെ തലയിലൊക്കെ എന്താണ് മരക്കഴുതെന്ന് ചോദിക്കൂ. നോക്കൂ നിങ്ങൾ, അത്ര ഗൗരവമുണ്ടല്ലോ ഈ കാര്യം. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിലൊക്കെ ഗ്രാൻഡ് മുഫ്തി ഇങ്ങനെ പെട്ടല്ലോ എന്നുള്ള. നിങ്ങൾക്കറിയോ, ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഔലിയാക്കളിൽ പല ആളുകളും കണ്ടവർ, ആസ്വദിച്ചവർ, അനുഭവിച്ചവർ. അതിൽ ഏറ്റവും ഉന്നതരാണ് ഖുത്ബുൽ-ആലം ശൈഖുന മടവൂര്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഓടിയെത്തുന്ന ഹളറത്തായിരുന്നു സുൽത്താനുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി വലിയുല്ലാഹി. വടകര ഓറ് മിഅ്റാജിൻ്റെ രാവ്, മിഅ്റാജിൻ്റെ ആണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ സ്വദേശമായ ചെറുവണ്ണൂരിൽ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ മിഅ്റാജിൻ്റെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ് പ്രത്യേകമായി സദസ്സ് സംഘടിപ്പിക്കും. അന്ന് പല ആലിമീങ്ങളും എല്ലാവരും അവിടെ വരും. അത് വലിയൊരു സംഭവമാണ്. നമുക്കവർ പഠിപ്പിച്ചു തരികയാണ് ആ മാസത്തിൻ്റെ, ആ ദിവസത്തിൻ്റെ ഹുർമത്ത്. അന്ന് അതിൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് മർക്കസിൽ വില്യാപ്പള്ളി മുസ്ലിയാർ. ആ വില്യാപ്പള്ളി കഴിഞ്ഞ ഉറൂസിൽ വരെ ചെറുവണ്ണൂരിൽ വെച്ച് പ്രസംഗിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വടകര ഓറുടെ കാലഘട്ടം
35 കൊല്ലൊക്കെ ഞങ്ങളൊക്കെ മുടങ്ങാതെ ഇവിടുത്തെ റൂസിൽ ഈ മേറാജ് ആണ്ടിൽ പങ്കെടുക്കുന്നവരാണ്, വരണം, അതിൽ പങ്കെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട വടകര ഓറ് ഇവരൊക്കെ പഠിപ്പിച്ചതാണ്. 1 കൊല്ലല്ല 2 കൊല്ലല്ല, 1 കൊല്ലം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ മേറാജിൻ്റെ ആണ്ടിൻ്റെ ദിവസം ഓർക്കാതെ കാസർഗോഡ് നെല്ലിക്കുന്ന് ഭാഗത്ത് വയലേറ്റുപോയി. വില്യാപ്പള്ളി പറയുന്നുണ്ട്, വയലേറ്റ് എല്ലാം കൂടി ഇവർക്ക് ബേജാറായി, കാരണം മേറാജ് ആണ്ടിൻ്റെ ദിവസമാണല്ലോ. എന്നിട്ട് പിന്നെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വടകര ഓറ ഹദ്റത്തിലേക്ക് പോകേണ്ടി വരും. പോകുന്ന സമയം സാധാരണ നോമ്പിൻ്റെ തലേന്നാ പോവുക, ഭക്ഷണമൊക്കെ ഒരുക്കുന്നതാണ്. ഇവരെ കണ്ടില്ല. വടകര ഓറ കുറച്ച് ദേശത്ത് തന്നെയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ പിറ്റേ ദിവസം പോകുമ്പോൾ AP പറഞ്ഞു വില്യാപ്പള്ളിനോട്, വില്യാപ്പള്ളി നിങ്ങൾക്ക് നോമ്പില്ലേ? AP അന്ന് നോമ്പില്ല, യാത്രയിലായതുകൊണ്ടാണ്. പക്ഷെ അവിടെ ചെന്നാൽ ഇപ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പോരാ, അതുകൊണ്ട് നോമ്പുണ്ട് എന്ന് പറയാമെന്ന്. AP നോമ്പില്ല. ഔലിയാക്കളെ ഹദ്റത്തേക്ക് പോകുമ്പോൾ അഥവാ അപ്പം ഈ നുണ പറയാൻ വേണ്ടി മുശാവറ കൂടുകയാണ്. ഇങ്ങനെ പറയാൻ പറ്റും. അപ്പം പറഞ്ഞു, ഞമ്മക്ക് എല്ലാവർക്കും നോമ്പില്ലെങ്കിലും ജമീന് നോമ്പില്ലെങ്കിലും മജ്മൂനുണ്ടല്ലോ ഓല കുട്ടി മസാല, കൂട്ടത്തിൽ ചില ആൾക്കാർക്കുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് നോമ്പുണ്ടെന്നാണ് പറയാമെന്ന്. മഹാന്മാരെ ഹദ്റത്തേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞ കഥയാണ്, ഞാൻ ഉണ്ടാക്കിയല്ല. അവിടെ ചെന്നപ്പോൾ വടകരൂർ ദേഷ്യപ്പെട്ട് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് നോമ്പുള്ളവർ കഴിക്കണ്ട, പിടികൂടി വരെ. വലിയ സംഭവമാണ്. നോക്കൂ നിങ്ങൾ, അന്ന് മേറാജിൻ്റെ ആ ദിവസം ഓർമ്മല്ലാതെ വയലിനാ പോയത്. എന്നിട്ട് പോലും അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടു. ആ ദിവസത്തെ പരിഗണിക്കണം, അത്തരം മജ്ലിസുകൾ മുടക്കരുതെന്ന് കാലഘട്ടത്തിലെ മശായിഖന്മാർ പഠിപ്പിച്ചതാണ്. പന്തുണ്ടായി ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങാനും വേണ്ടി തിരക്ക് കൂട്ടുന്നതിനിടയിൽ ഒരു യാത്ര ഉറപ്പിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് മേറാജ് ഓർമ്മല്ല എന്ന് നമ്മൾ കരുതുന്ന അല്ല. ഇവർക്കെന്താ 2026 ജനുവരി 1 തുടക്കം മുതൽ തന്നെ നമ്മൾക്കൊരു യാത്ര. മേറാജ് അതൊന്നും ഇവർക്ക് വിഷയമല്ല. കക്കാട് മാസു അലി അബ്ദുള്ളക്കല്ലേ ബാക്കിൽ ഇതിങ്ങനെ തിരിക്കണേ. മേറാജിൻ്റെ രാവ് ഓർക്കേണ്ടവർ, ഷറഫാക്കപ്പെട്ട രാവിൽ എന്താ സംഭവിച്ചത്? സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരു സന്ദേശമായില്ലേ? അതിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. വളരെ ഷറഫാക്കപ്പെട്ട ആ സമയം മറ്റാര് മറന്നാലും ഇയാളെപ്പോലുള്ള ആളുകൾ ഇത് മറക്കാൻ പാടുണ്ടോ? അത് ബഹുമാനപ്പെട്ട വടകരൂർ ഇങ്ങനെ പഠിപ്പിച്ചതാണെന്നുള്ള മനസ്സിൽ വരൂലേ? ഇവർക്ക് ഓർമ്മ ഉണ്ടായില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സുന്നികളായി പറയപ്പെടുന്ന ഒരു ആളുകളുടെ ഒരു ടീമിൻ്റെ അവസ്ഥ. ഒരുപാട് സാധാരണക്കാരുടെ മേറാജ് നാശപ്പെടുത്തി. എന്തായിരുന്നു മേറാജിൻ്റെ രാവിൻ്റെ അവിടെ നടക്കുന്ന സംഭവം? എന്തായിരുന്നു നിങ്ങളുടെ യാത്രയുടെ സമാപനത്തിൻ്റെ സംഗമം? അവിടെ മാറാട് കലാപം, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ സംഭവം, ലക്ഷങ്ങൾ മുടക്കി ഇതെല്ലാം തീരുമാനിച്ച് ചാനലിൽ വന്നതെന്താണ്? ചാനലിൽ വന്ന് നിങ്ങളെ മെമ്മോറാണ്ടുകളെ കീറാണ്ടല്ല. പിണറായിയും VD സതീശനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി കാന്തപുരത്തിൻ്റെ യാത്ര സമാപിച്ചു. ഇതല്ലേ ഉണ്ടായത്? കൂറ്റമ്പാറ ധാർമി പറഞ്ഞതുപോലെ മറ്റൊരാവിടെ പോയി കുമ്പിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് തല ഉയർത്തി എല്ലാം മൂടും തട്ടി തിരിച്ചു പോന്നൊക്കെയാണ് മുഖം കെട്ടിട്ട്. ഒരു വിശുദ്ധമായിട്ടുള്ള മേറാജിൻ്റെ രാവിൽ മുട്ടിപ്പടി തങ്ങളൊക്കെ എല്ലാ കൊല്ലം ഇവിടെ നടത്തുന്നതാണല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് ചിന്ത ഉണ്ടായില്ല, നിങ്ങൾക്ക് ഇതിന് നിലയും വരില്ല. എന്താണ് നിങ്ങൾ സംഘടിപ്പിച്ചത്? പക്ക രാഷ്ട്രീയത്തിൻ്റെ കഥകൾ വിളിച്ചു പറയുന്ന വേദികൾ. നിങ്ങൾ കാസർഗോഡ് ഭാഗത്തുനിന്ന് തുടങ്ങി ഉപനായകൻ ഖലീൽ ബുഹാരി മുട്ടിപ്പടി തങ്ങൾ ഓരോ സദസ്സിലും അയാൾ വിളിച്ചു പറയുന്ന വിഷയങ്ങൾ പക്ക രാഷ്ട്രീയ വിഷയങ്ങൾ. വന്യജീവികൾക്ക് ചക്ക ഉണ്ടാക്കി കൊടുക്കണം, പുലിക്ക് ചക്ക. കൊച്ചിയിലെ ദുർഗന്ധം മാറ്റണം. സുന്നി ആദർശ രംഗത്ത് ഇബ്നു തൈമിയ്യന്റെ ദുർഗന്ധം കടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാങ്ങൾ. കൂടെ നടക്കുന്ന ആളുകൾക്ക് വൽ യൗമിൽ ആഖിർ പരലോകത്തിന്റെ ചിന്ത കിട്ടണ വല്ലതും നിങ്ങൾ പറഞ്ഞോ? എന്താ നിങ്ങൾ കാട്ടുകൂട്ടിയത്? ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം രാവുകൾ മദ്രസ ലീവ് കൊടുത്ത്, പള്ളി ലീവ് കൊടുത്ത്, ദർസുകൾ മാറ്റിവെച്ച് ആ ദിവസത്തിൻ്റെ ഹുർമത്തും അതിനോടനുബന്ധിച്ച നോമ്പുകളും രാവും പകലുകളും വളരെ ബഹുമാനത്തോടുകൂടി കൊണ്ടുവരുന്ന ഈ സമൂഹത്തിൽ ആ മേറാജിൻ്റെ രാവൊക്കെ വരുന്നത് അറിഞ്ഞിട്ടും അതിന് വില കൽപ്പിക്കാതെ
പക്ക രാഷ്ട്രീയക്കാരോടുകൂടി ആർമതിച്ച് ഉല്ലസിക്കുവാനുള്ള ഈ ഒരു ഓട്ടം എന്ത് സുന്നികളാണ് നിങ്ങൾ? ഈ രൂപത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മേഖല ഇന്ന് കേരളക്കരയിൽ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിലും വലിയ തെളിവിഞ്ഞ് വേറെയാണ്. മിഅ്റാജിന്റെ രാവിൽ എല്ലാവരും കൂടി പോയി പക്ക രാഷ്ട്രീയക്കാരുടെ വാദങ്ങളും അവരുടെ വേദങ്ങളും കേട്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അപകടം. ശറഫാക്കപ്പെട്ട ഒന്ന് നമ്മിലേക്ക് എത്തുന്നു, അതിനെ പരിഗണിക്കാൻ കഴിയാതെ പോകുന്നു. പ്രത്യേകിച്ച് വടകര ഊറപ്പോലുള്ള ആളുകൾ മിഅ്റാജ് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ ആ ദിവസം സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു നാട്ടിൽ അതിനൊക്കെ പ്രത്യേകം പങ്കെടുത്ത ആളുകൾ തന്നെ ഇതെല്ലാം മറന്നു പോവുകയാണ്. തലച്ചോറ് വഹാബികൾ കക്കുകയാണ്. ബിദ്അത്ത് നിങ്ങളുടെ ഉള്ളിൽ കയറുകയാണ്. നമ്മൾ ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ.